ബിഗ് ബോസ് മലയാളം സീസൺ 7 41ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് തുടർന്ന് നമ്മൾ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് കരച്ചിലുകളാണ്. ഒന്ന് ഒനിലിന്റെ കരച്ചില്, രണ്ട് ജിസൈലിന്റെ കരച്ചില്. ഒന്ന് ഹൃദയം തകർന്നുള്ള കരച്ചിലാണെങ്കിൽ രണ്ടാമത്തെ കരച്ചിൽ ഹൃദയം തകർക്കുവാൻ ശ്രമിച്ച ഏറ്റവും പ്രിയപ്പെട്ടവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കരച്ചിലാണ്. അതെ, ഹൃദയം തകർന്ന് ഒനിൽ കരയുകയാണ് കൺഫെഷൻ റൂമിൽ. അതെ, സത്യം മറ്റൊന്നായിരിക്കെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പോലുമുള്ള മര്യാദ കാട്ടാതെ ലോകത്തിന്റെ മുൻപിലേക്ക് തന്നെയും തന്റെ ജീവിതത്തെയും പരസ്യ വിചാരണയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുക്കുവാനുള്ള ശ്രമമായിരുന്നു ലക്ഷ്മി നടത്തിയത്. തകർന്നുപോയി ഒനിലിന്റെ ഹൃദയം. കൺഫെഷൻ റൂമിൽ കയറി പരാതി പറഞ്ഞതിന് ശേഷം ഹൃദയം തകർന്നവന്റെ ആത്മവേദനയിൽ നിന്നുള്ള ആ നൊമ്പരം, ആ കണ്ണുനീർ അവിടെ അങ്ങനെ ഒഴുകുന്ന കാഴ്ച കാണുന്നുണ്ട്. മറ്റൊന്ന് ജിസൈലിന്റെ കരച്ചിലാണ്. അതിനെ നമുക്ക് കള്ളക്കരച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതുവരെ കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിന്നവർ, എല്ലാ കള്ളത്തരങ്ങൾക്കും ചൂട്ടുപിടിച്ചുകൊണ്ട് മുൻപിൽ നടന്ന വ്യക്തികൾ, അവരിപ്പോൾ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു, തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ജയിലിലേക്ക്. അതിന്റെ സങ്കടമാണ് ജിസൈലിന്. സഹിക്കാൻ കഴിയുന്നില്ല. ജിസൈലിന്റെ ചങ്കു പൊട്ടിപ്പോയി. അനുമോളെ തന്നെ കുറ്റം പറഞ്ഞാലും നോമിനേറ്റ് ചെയ്താലും തനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിൻപിലുള്ള ചേതോവികാരം എന്താണെന്ന്. പക്ഷെ അക്ബർ, ബിന്നി അവര് തനിക്കെതിരായി വിരൽ ചൂണ്ടിയപ്പോൾ അതെ, ഹൃദയം പൊട്ടി. ഒടുവിൽ തന്റെ ഹൃദയത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച അക്ബറിനെ കൊണ്ട് മാപ്പ് പറയുന്ന സാഹചര്യം വരെ എത്തി. അതെന്തായാലും ജയിലിൽ പോകുന്നതിന് മുൻപ് ജിസൈൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് തന്നെ കരുതണം. എന്തായാലും ജയിലിലെത്തിയപ്പോൾ ആൾരൂപങ്ങൾ ഉണ്ടാക്കുവാനാണ് ബിഗ് ബോസ് ഡ്യൂട്ടി കൊടുത്തത്. കളിമൺ പ്രതിമകൾ ഉണ്ടാക്കുക. ആദ്യമായി നിർമ്മിച്ച ആ രൂപം ആര്യന്റേതാണോ എന്നുള്ളത് നാളെ രാവിലെ നോക്കുമ്പോൾ കാണാം. ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നു. ആ നോമിനേഷനിൽ 3 ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. 1 ഒനിൽ, 2 രണ ഫാത്തിമ, 3 ജിഷിൻ. ഈ 3 പേരും കൂടി ഇനി ഒരു പൊരിഞ്ഞ പോരാട്ടം നടത്തും. ആ പോരാട്ടത്തിനൊടുവിൽ തീരുമാനിക്കപ്പെടും ഈ വലിയൊരു കുടുംബത്തിന്റെ ഗ്രഹനാഥനായിട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലെ ഗ്രഹനാഥയായിട്ട് ആര് ചുമതല ഏൽക്കപ്പെടും എന്നുള്ള കാര്യം. ചുരുക്കത്തിൽ ഇത്തരം കലാപരിപാടികൾ കൂടി ഇന്നത്തെ എപ്പിസോഡും വലിയ തരക്കേടില്ലാതെ, വലിയ ബോറിംഗ് ഇല്ലാതെ കഴിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് ഒനിൽ ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് കൺഫെഷൻ റൂമിലേക്ക് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്കെതിരായി നിരത്തുന്ന കുറച്ച് പരാതി വാക്കുകളാണ്. ഒനിൽ പറയുന്നത് ഇതൊരു ഷോയാണ്. ഈ ഷോയിൽ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ഉള്ളിടത്തോളം സർവൈവ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഷോ എന്താണെന്ന് ബിഗ് ബോസ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. സെക്ഷൽ അലിഗേഷൻ, ഫോൾസ് അലിഗേഷൻ, ഇതൊന്നും ഒരു മനുഷ്യനെതിരെ വെറുതെ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. ഇത് എന്റെ ആവശ്യമാണ്, എന്റെ കരിയറിനെ ബാധിക്കുന്നതാണ്, എന്റെ ഫാമിലിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം. ഇതാണ് തന്റെ പരാതി. അടുത്തതായിട്ട് ബെഡ്റൂമിൽ ഒരു ചർച്ച നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംഭവം അവിടെ ചിലരൊക്കെ അറിഞ്ഞിട്ടില്ല. രണ ഫാത്തിമയാണെന്ന് തോന്നുന്നു അറിഞ്ഞിട്ടില്ലാത്തത്. ഉറക്കത്തിലായിരുന്നു പാവം. എന്തായാലും ആദില, നൂറ, ജിസൈൽ ഇങ്ങനെയുള്ള ആൾക്കാർ അത്യാവശ്യം ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തിട്ട് രണ ഫാത്തിമയെ ഇത് ബോധ്യപ്പെടുത്തുകയാണ് എന്തായിരുന്നു അവിടെ സംഭവിച്ചത്. അതെ, ലക്ഷ്മിയുടെ പോക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ലക്ഷ്മിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന്. വെച്ചാൽ ലക്ഷ്മിയെ ആരോ പീഡിപ്പിച്ചു, അതിന്റെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി ലക്ഷ്മി പോവുകയാണെന്ന്. പിന്നീടല്ലേ മനസ്സിലായത് ലക്ഷ്മി കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണെന്ന്. അത്രയും കേട്ടപ്പോഴേ രണ പ്രവചിച്ചു, കണ്ടന്റ്. അതെ, വളരെ കൃത്യമായ മറുപടിയാണത്. കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയായിരുന്നു. ഇല്ലായെങ്കിൽ ആ പാവത്താൻ അവിടെ നിൽക്കുമ്പോൾ ആദ്യം ഓടിച്ചെന്നിട്ട് ഇയാൾ മൈക്കെടുത്തിട് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ ബഹളം ഉണ്ടാക്കില്ലായിരുന്നല്ലോ. ഇയാൾ മൈക്കിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ ലോകം ഇത് കേൾക്കുകയുള്ളൂ. അങ്ങനെ ലോകം കേട്ടെങ്കിൽ മാത്രമേ നിന്റെ കുടുംബം കുട്ടിച്ചോറാവുകയുള്ളൂ, എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കുവാനും പറ്റുകയുള്ളൂ. എന്തായാലും ആദിൽ സംസാരിച്ചു വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. മഡ്പിറ്റ് പോലുള്ള ടാസ്കുകളിലൊക്കെ ഇവരുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു സംഭവിക്കുന്നത്? അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരുടെ മറുപടി അങ്ങനെയുള്ള ടാസ്കുകൾ വരികയാണെങ്കിൽ താൻ അതിലൊന്നും പങ്കെടുക്കില്ല എന്നായിരുന്നു അത്രേ. അത് നല്ല മറുപടി തന്നെയാണ്. ഇത്തരം ടാസ്കുകളിലൊന്നും പങ്കെടുക്കരുത്. ശരിക്കും ലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി, ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ബിഗ് ബോസ് ദയവ് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ബിഗ് ബോസും പുരുഷന്മാർക്ക് വേണ്ടി മറ്റൊരു ബിഗ് ബോസും നടത്തുവാൻ തയ്യാറാകണം. ഒരിക്കലും ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചൊരു വീട്ടിൽ താമസിപ്പിക്കരുത്. അങ്ങനെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അരുതാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിനകത്ത് കയറുമ്പോൾ പോലും തന്റെ ചുറ്റളവിൽ 50 സെന്റിമീറ്ററിനടുത്തേക്ക് ആൾക്കാരെ അടുപ്പിക്കാത്ത ഒരു മഹതിയാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം വെറുപ്പാണ് ഇവർക്ക് പുരുഷന്മാരോട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബിഗ് ബോസിനകത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഷോ നല്ല രസമായിരിക്കും. ഇത് കേട്ടുകൊണ്ട് ജിസേൽ പറയുന്നുണ്ട്, അപ്പൊ പിന്നെ എന്തിനാണ് ബിഗ് ബോസിനകത്തേക്ക് കെട്ടിയെടുത്തുകൊണ്ട് വന്നത്? അത് വളരെ സത്യമായൊരു ചോദ്യമല്ലേ? ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈ സ്ത്രീ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഒരേപോലെ മുൻപോട്ട് ജീവിച്ചു പോവുകയും ഒരേ ടാസ്കിൽ എല്ലാ ആൾക്കാരും കയ്യും മെയ്യും മറന്നിടപഴകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സ്ഥലമാണെന്നും അറിഞ്ഞുകൊണ്ട് ഇവരെന്തിനാണ് ഇതിനകത്തേക്ക് കെട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം ബിഗ് ബോസ് ഉണ്ടാക്കണം.
ഇത് ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലായെങ്കിൽ ഈ സ്ത്രീ ഏർപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും മറ്റാൾക്കാർക്ക് ഒരു ശങ്കയോടുകൂടി മാത്രമേ അടുത്ത് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ടാസ്കിനോടുള്ള ബന്ധത്തിൽ ഇവർ ഏത് ടാസ്കിൽ പോയാലും മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. ഏത് സമയത്താണ് പീഡന ശ്രമത്തിന് കേസ് കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ വീക്കെൻഡിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അടുത്തതായി സുപ്രധാനമായ ഒരു അറിയിപ്പ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇന്ന് എല്ലാവരും കറുത്ത വസ്ത്രം ധരിക്കണം. അതെന്താണ് കറുത്ത വസ്ത്രം ധരിക്കേണ്ടതിന്റെ പ്രത്യേകത? ആരെങ്കിലും അവിടെ ചത്തിട്ടുണ്ടോ? ചത്തിട്ടൊന്നുമില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലെ ഫാൻ സോണിൽ നിന്നും ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും കറുത്ത ഡ്രസ്സ് മാത്രം ധരിക്കണം. കരിദിനമായിട്ട് ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? പച്ചപ്പാതിരാത്രിയിൽ ലക്ഷ്മി കാണിച്ച തരവഴിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണോ? അങ്ങനെയാണെങ്കിൽ നന്നായി. എന്തായാലും ലക്ഷ്മിയെ കൊണ്ടും കറുത്ത വസ്ത്രം ഇടിച്ചു. അടുത്തതായി ലക്ഷ്മിക്കെതിരെയുള്ള പരാതിയുമായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോയിരിക്കുകയാണ് ഒനിൽ. അവിടെ ചെന്നിട്ട് ഒനിൽ പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. എനിക്ക് പുറത്തൊരു ലൈഫുണ്ട്, എനിക്ക് പുറത്തൊരു ഫാമിലി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ അലിഗേഷൻ എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കുവാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുകയായിരുന്നു. ലക്ഷ്മി ഇവിടെ ഗെയിം കളിക്കുകയായിരുന്നു. അത് ചീപ്പ് ഗെയിം ആയിരുന്നു. എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഹൃദയവേദനയെ ബിഗ് ബോസ് പരിഗണിക്കണം. ഇത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കണം. അപ്പോൾ ബിഗ് ബോസ് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇത് സംസാരിച്ചിരിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഹൃദയത്തിലെ മഞ്ഞുരുകിയോ? ഇല്ല. അയാൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഞാനൊന്ന് കരഞ്ഞോട്ടെ ഇവിടെ ഇരുന്ന്? കരഞ്ഞോളൂ. ഉടൻ തന്നെ ആ മനുഷ്യൻ ഏങ്ങിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. അയാൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് 42 വർഷമായി ഇത്രയും കാലം എനിക്കെതിരെ ഇങ്ങനൊരു അലിഗേഷൻ ഒരിടത്ത് പോലും വന്നിട്ടില്ല. എല്ലാവരോടും ഞാൻ മാന്യമായിട്ട് മാത്രമാണ് ബിഹേവ് ചെയ്യുന്നത്. എനിക്കൊരു കുടുംബമുണ്ട്. ഞങ്ങൾ മാന്യമായിട്ട് ജീവിച്ചു പോരുന്ന ആൾക്കാരാണ്. ഞാൻ കുടുംബത്തിൽ പിറക്കാത്തവൻ എന്ന രീതിയിലാണ് ലക്ഷ്മി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ മനുഷ്യൻ ഏങ്ങലടിച്ച് അവിടെ കരയുകയാണ്. ഒനിലിന്റെ കരച്ചിൽ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഒരുപക്ഷെ, ഇവന് നാണമില്ലേ? ഇവനൊരാണല്ലേ? ഇവൻ എന്തിനാ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മോങ്ങിക്കരയുന്നേ? പട്ടിയെപ്പോലെ കടന്ന് ഊരിയിടുകല്ലേ? അല്ല സുഹൃത്തെ, അതങ്ങനെ അല്ല. അയാൾ കരയട്ടെ. ബിഗ് ബോസ് അയാൾക്ക് കൺഫെഷൻ റൂമിൽ ഇരുന്ന് കരഞ്ഞ് സമാധാനമായി ഇറങ്ങിപ്പോകുവാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സങ്കടം വരുമ്പോൾ കരയണം, കരയാനുള്ള വിഷയം കരഞ്ഞ് തന്നെ തീർക്കണമെന്ന്. അതിനകത്ത് ആണെന്നും പെണ്ണെന്നും വ്യത്യാസമൊന്നുമില്ല. ആ പഴയ കാലത്തിലെ പുരുഷ മേധാവിത്വത്തിന്റെ മേൽക്കോയ്മയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാത്ത പല പുരുഷ കേസരികളും ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആണുങ്ങൾ അങ്ങനെ പരസ്യമായി കരയാൻ പാടില്ല, അത് ഭയങ്കര നാണക്കേടാണ്. നീ എന്തിനാ ഈ കരയുന്നേ പെണ്ണുങ്ങളെ പോലെ എന്നുള്ള ചോദ്യമാണ്. അതായത് കരച്ചിൽ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, ആണുങ്ങൾക്ക് ഇത് ഭൂഷണമല്ല എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ സങ്കടം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഉണ്ടാവുന്നതാണ്. വേദനയും ദുഃഖവും ഉണ്ടാകുമ്പോൾ കരയുക അല്ലെങ്കിൽ കരയാൻ വരിക എന്നുള്ളത് സ്വാഭാവികമായി മനസ്സിന്റെ ഒരു പ്രവണതയാണ്. അത് കരഞ്ഞു തന്നെ തീർക്കേണ്ടതാണ്. അതിലാണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഒനിലിന്റെ ഈ കരച്ചിൽ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അയാളുടെ മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സല്യൂട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി അയാളുടെ വികാരങ്ങളെ തുറന്നുവിട്ടതിന്, അയാൾ പൊട്ടിക്കരഞ്ഞതിന് എനിക്ക് അയാളെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു പുരുഷൻ സമൂഹത്തിന്റെ മുൻപിൽ ലോകം കാണെ പരസ്യമായി പൊട്ടിക്കരഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ കരച്ചിൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് വീടിനകത്ത് ആണിനും പെണ്ണിനും കരയുവാനുള്ള അനുവാദമില്ല എന്നുള്ള രീതിയാണ് പലപ്പോഴും നാം കാണുന്നത്. അനുമോളാണ് അവിടെ ഏറ്റവും അധികം കരഞ്ഞിട്ടുള്ളത്. അവൾ കരയുവാനിരുങ്ങുമ്പോൾ ആൾക്കാർ പറയും ഇത് ഡ്രാമയായിരുന്നുവെന്ന്. ഡ്രാമ ക്യൂൻ എന്നുള്ള പേര് വീണു, കരച്ചിൽ റാണി എന്നുള്ള പേര് വീണു. അനുമോൾക്ക് അവിടെ കരയാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറ്റവും അധികം അനുമോളുടെ കരച്ചിലിനെതിരായിട്ട് പടവാളോങ്ങിയ ആൾക്കാരൊക്കെ ആയിരുന്നു. അവരൊക്കെ ഇപ്പോൾ കരഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സന്തോഷവും കൂടി തോന്നുന്നുണ്ട്. എങ്കിലും ഒനിലിന്റെ കരച്ചിലിനെ പരിഹസിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അനുമോളുടെ കരച്ചിലിനെതിരെ ഏറ്റവും അധികം കുത്തുവാക്ക് പറഞ്ഞ ജിസയിലും ഇന്ന് ആ വീട്ടിന്റെ അകത്ത് കരഞ്ഞു. നമുക്കതിനകത്തേക്ക് പിന്നീട് വരാം. എന്തായാലും ഒനിലിന്റെ കരച്ചിൽ ഹൃദയം തകർന്നു പോകുന്ന കരച്ചിലായിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് സങ്കടമുളവാക്കുന്ന കരച്ചിലായിരുന്നു. അതെ, ആ മനുഷ്യൻ മനസാ വാച കർമ്മണ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തെ അയാളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കുവാൻ, ഒരു ഗെയിം കളിക്കുവാൻ വേണ്ടി ഒരു നാറിയ പെണ്ണിന്റെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള വൃത്തികെട്ട സ്ട്രാറ്റജി, അങ്ങനെ മാത്രമേ അതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം പറഞ്ഞ ആ വീട്ടുകാർ മുഴുവൻ എതിരായി മാറിയിട്ടും തെല്ലും കുലുക്കമില്ലാതിരിക്കുകയാണ്. ഞാൻ പറയേണ്ടതേ പറഞ്ഞുള്ളൂ, ഞാനല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരിവിടെ പറയും? ഈ വീട്ടിൽ മുഴുവനും അടിമകളാണ്. സത്യസന്ധതയുള്ള, നേരും നെറിയുമുള്ള, അതിനേക്കാൾ ഉപരി ധീരതയുള്ള ഒരേ ഒരു വനിത ഈ വീട്ടിൽ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ പറഞ്ഞിരിക്കും. നിങ്ങൾ പറഞ്ഞോളൂ, തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ എവിടെ കണ്ടാലും അതിനെതിരെ ശക്തമായി നിങ്ങൾ പ്രതികരിക്കണം. മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ കണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. കാണാത്ത കാര്യങ്ങളെ കണ്ടതുപോലെ അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവതാരത്തെ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്.
അതുകൊണ്ട് ബിഗ് ബോസ് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ആ ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നിടത്തോളം അവിടെയുള്ള ആൾക്കാർ എന്തു വിശ്വസിച്ചുകൊണ്ട് ഗെയിം കളിക്കും? ഫിസിക്കൽ ടാസ്കുകൾ പലതും ഇനിയും അവിടെ വരാൻ കിടക്കുകയാണ്. പോകെ പോകെ കഠിനമായ ടാസ്കുകളായിരിക്കും വരുന്നത്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇത്രയും കാലം ബിഗ് ബോസിനുള്ളിൽ ഇടപഴകി അങ്ങനെ ടാസ്ക് കളിച്ച് ഗെയിമുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ഈ ഒരൊറ്റ അവതാരം അവിടെ നിൽക്കുന്നു എന്നുള്ള കാരണത്താൽ വലിയ ആശങ്കയിലായിരിക്കും മുൻപോട്ട് നീങ്ങുക. അവർക്ക് അവരുടെ 100% ആ ഗെയിമിൽ കൊടുക്കുവാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദയവ് ചെയ്ത് ആ വീട്ടിലുള്ള മറ്റു മത്സരാർത്ഥികളെ ഈ ഒരു ദുർഭൂതത്തെ കൊണ്ടുവന്നിട്ടിട്ട് ബിഗ് ബോസ് വെട്ടിലാക്കരുത്. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ അവർക്ക് വീട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. തുടർന്ന് കാണുന്ന കാഴ്ച, അടുത്ത ആഴ്ചയിലെ ഗൃഹഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു നായകനെ തിരഞ്ഞെടുക്കുക, നേതാവിനെ, ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. റിംഗ് മാസ്റ്റർ ആയിരുന്ന അനീഷ്, സർക്കസ് കമ്പനിയുടെ റിംഗ് മാസ്റ്ററിന് നേരിട്ടൊരാളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ തന്നെ നൂതില ചപ്പൽ ഫാക്ടറിയുടെ ഓണറായിരുന്ന നൂറയ്ക്കും ഒരാളിനെ ഡയറക്റ്റ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കാം. കൂടാതെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരാളിനെ കൂടി ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ 3 ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ്. ആദ്യം തന്നെ അനീഷ് എഴുന്നേറ്റ് രണ ഫാത്തിമയുടെ പേരാണ് പറയുന്നത്. തുടർന്ന് നൂറ വന്നിട്ട് ഒനിലിന്റെ പേരും പറയുന്നു. ഒനിലിന് ഒരു റിലീഫ് ആയിക്കോട്ടെ എന്ന് കണ്ടുകൂടി തന്നെയാണ് താനത് പറഞ്ഞത്. മൂന്നാമതായി വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഭൂരിപക്ഷ വോട്ടോടുകൂടി വിജയിപ്പിച്ചു കൊണ്ടുവന്ന വ്യക്തി ജിഷിനാണ്. ജിഷിൻ, ഒനിൽ, രണ ഫാത്തിമ ഈ 3 ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്ക് നേരിടുവാൻ വേണ്ടി പോവുകയാണ്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അടുത്ത ആഴ്ച വീടിനെ നയിക്കുക. അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ കഴിഞ്ഞ് തൊട്ടു പിന്നാലെ കാണുന്നത് അടുക്കളയുടെ ക്യാപ്റ്റൻ കൊതിക്കറു പറയുന്നതാണ്. ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് അയാളുടെ ആത്മരോഷം മുഴുവനും പൊട്ടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? അയാളെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞിരുന്നത് ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കിച്ചൺ ക്യാപ്റ്റൻ പ്രവീൺ ആയിരുന്നു എന്നുള്ളതാണ്. ആ പ്രവീൺ എല്ലാ പ്രശ്നങ്ങളെയും ഒത്തുതീർപ്പാക്കി. സാധാരണ കിച്ചന്റെ വാതുക്കൽ ഭയങ്കര അടിയും ബഹളവും ഒക്കെ നടക്കുന്നതാണ്. ഇയാൾ വന്നതോടുകൂടി അവിടുത്തെ റൗഡികളെല്ലാം പുള്ളി അടിച്ചൊതുക്കി. ഗുണ്ടകൾക്കെല്ലാം കൃത്യമായ വാർണിങ്ങുകൾ കൊടുത്തു. അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ ഈ ആഴ്ച അടുക്കളയെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ അപ്രീസിയേഷൻ കണ്ടമാനം വന്നു. അപ്രീസിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തെണ്ടികൾക്ക്, ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്തവർക്ക് എന്നെ അടുത്ത ആഴ്ച ഈ വീടിന്റെ ക്യാപ്റ്റൻ ആക്കി കൂടായിരുന്നോ? അതവർ ചെയ്തില്ല. അതുകൊണ്ട് നോക്കിക്കൂ, അടുത്ത ആഴ്ച ഈ അടുക്കളക്കകത്ത് കയറി ഇവിടുത്തെ തക്കാളിയും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ തിന്നാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ കട്ടു തിന്നും എന്നുള്ളൊരു പ്രഖ്യാപനം പുള്ളി ക്യാമറയുടെ മുൻപിൽ നോക്കി നടത്തിയിരിക്കുകയാണ്. ഇയാളുടെ ഈ സംസാരമൊക്കെ കേട്ടാൽ തോന്നും ഇയാൾ ഹരിചന്ദ്രനാണെന്ന്. എന്നാൽ കായംകുളം കൊച്ചുണ്ണി പോലും ഇവന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകും. അത്രയ്ക്ക് കള്ളപ്പന്നിയാണ് ഇയാൾ. ബിഗ് ബോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇവന്റെ തെമ്മാടിത്തരങ്ങൾ പലതും പുറത്തുവിട്ടിരുന്നു. അയാൾ ആൾക്കാരെ കാണുന്ന സമയത്ത് ഭയങ്കര പട്ടാള ചിട്ടയും വലിയ ഗൗരവമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരും. എന്നാൽ എല്ലാവരും അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ തനിക്ക് ചില സിൽബന്ധികളുണ്ട്. അവർക്ക് വേണ്ടി ചില സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഈ അടുക്കളക്കകത്ത് തന്നെ വെച്ച് പുള്ളി നടത്താറുണ്ട്. ചില ആൾക്കാർക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ സ്പെഷ്യൽ മാവെടുത്ത് കൊടുക്കും. ചില വ്യക്തികൾക്ക് അയാൾ പഞ്ചസാര അധികം കൊടുക്കും. കള്ളന്മാർക്കാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കള്ളന്മാരൊക്കെ ഇയാളെ പോയി അടുക്കളക്കകത്ത് കയറി കാണേണ്ടതുപോലെ കണ്ടിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുമുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ള ചിന്തയിലാണ് മേപ്പടിയാൻ ഈ കലാപരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തത്. വീട്ടിലാരും കണ്ടിട്ടില്ല, പക്ഷെ നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പക്ക തട്ടിപ്പും തരികിടയുമായിട്ട് അതിനകത്തേക്ക് വന്നു കയറിയിരിക്കുന്ന പ്രവീൺ എന്ന കള്ളന് കഞ്ഞി വെച്ച ഈ മോന് വീടിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം വലിയ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യും. പാവങ്ങളെ കണിശമായിട്ടും അവൻ ദ്രോഹിച്ചിരിക്കും. അത്രയ്ക്ക് ഫേവറിറ്റിസം കൊടികുത്തി വാഴുകയാണ് ഇവന്റെ മനസ്സിനകത്ത്. ഇവൻ തുടക്കത്തിൽ കയറി പരിപാടികളൊക്കെ നടത്തുന്നത് കണ്ടപ്പോൾ തമ്മിൽ ഭേദമാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. മാന്യനാണ് എന്നൊരു ചിന്താഗതി മനസ്സിൽ വന്നിരുന്നു. എന്നാൽ പോകെ പോകെ അവന്റെ യഥാർത്ഥ നിറം എന്താണെന്ന് അവൻ തന്നെ വെളിപ്പെടുത്തി. പാമ്പ് പടം പൊഴിച്ചു മാറ്റിയിട്ടിട്ട് യഥാർത്ഥ സ്വരൂപം പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പോലെ അവന്റെ തനി സ്വരൂപം അവൻ പുറത്തു കാട്ടി. എന്നിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നോക്കിക്കോ അടുത്ത ആഴ്ച മുഴുവൻ ഞാൻ കട്ടു തിന്നുവെന്ന്. ഭരണം ഏറ്റെടുത്ത ആദ്യത്തെ ആഴ്ച തന്നെ ആ വീട്ടിലെ പലതും കട്ടു തിന്നുകയും കട്ടു തീറ്റിക്കുകയും ചെയ്ത കള്ളനാറിയാണ് എന്നുള്ള കാര്യം നിനക്കും നിന്റെ സിൽബന്ധികളായ 2-3 പേർക്കും മാത്രമേ അറിയൂ. വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഉറപ്പായിട്ട് ഞാൻ പ്രവചിക്കുകയാണ്, ബിഗ് ബോസ് ഇതെടുത്ത് കാണിച്ചിരിക്കും. അതോടുകൂടി ആ വീട്ടുകാർക്ക് നിന്നോടുള്ള സർവ്വ മതിപ്പും അങ്ങില്ലാണ്ടാവും. അടുത്തതായിട്ട് പണിപ്പുരയിൽ കയറുവാനും ലക്ഷറി ഐറ്റങ്ങൾ അവിടുന്ന് വാരിയെടുക്കുവാനും വേണ്ടിയുള്ള അടുത്ത തയ്യാറെടുപ്പാണ് കാണുന്നത്. 3 മിനിറ്റാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ യഥേഷ്ടം സാധനങ്ങൾ വാരിക്കൂട്ടാം. ഇതുവരെ 20 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ 3 മിനിറ്റ്. എല്ലാവരും അമ്പരന്നിരിക്കുകയാണ്. എന്നാൽ എത്ര കോയിനാണ് കയ്യിലുള്ളത്? നാമമാത്രമായ കോയിൻ. ആകെക്കൂടി കണക്ക് കൂട്ടിയപ്പോൾ 20 പോയിന്റ് മാത്രമേ ഉള്ളൂ.
ദേ പലരുടെയും മുഖം അടികൊണ്ടതുപോലിരിക്കുന്നു. ആരാണത്? അവർക്ക് എന്താണ് പറ്റിയത്? അതായത് ഇവരുടെ കയ്യിലൊക്കെ കണ്ടമാനം പോയിന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പോയിന്റുകൾ കൊടുക്കില്ല എന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഇത് ലക്ഷറി ടാസ്കിന് വേണ്ടിയുള്ള പോയിന്റ് ആണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടും ആ പോയിന്റ് അങ്ങനെ കൊടുക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയായിരുന്നു. ഒടുവിൽ ഈ പോയിന്റുകളെല്ലാം കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചേക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. അതോടുകൂടി അടി കൊണ്ടതുപോലെ ആയിപ്പോയി. സത്യത്തിൽ അവർ കൊണ്ടുപോയി തിരികെ വെച്ച ആ പോയിന്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യമായിട്ട് ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കിട്ടുമായിരുന്നു. ഷാനവാസ് അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ബിഗ് ബോസ് ആണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കും. ബിഗ് ബോസ് ഇപ്പോൾ ഒന്ന് പറയും, പിന്നെ മറ്റൊന്ന് തിരുത്തി പറയും. ആ ഒരു ഭയമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ആരോടുമുള്ള വെറുപ്പ് കൊണ്ടല്ല ഈ കോയിനുകൾ കൊടുക്കാതിരുന്നത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഷാനവാസേ. കേൾക്കുന്ന എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. കഴിഞ്ഞ ദിവസം നൂതില ചപ്പൽ ഫാക്ടറിയിൽ പണിയെടുക്കുവാൻ വേണ്ടി പോയ ഒരു കൂട്ടം ആൾക്കാർക്ക് കിട്ടിയ കൂലിയാണ് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ കോയിൻ. ഈ കോയിൻ അവരവരുടെ കയ്യിൽ സൂക്ഷിക്കാതെ സർക്കസ് കൂടാരത്തിൽ വൈകിട്ട് എന്റർടൈൻമെന്റിന് വരുമ്പോൾ അവരെ എന്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ച് മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആട്, പട്ടി, കഴുത, ആന, കുരങ്ങ് ഇങ്ങനെയൊക്കെയുള്ള ചില ജീവികളാണ്. ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതായിരുന്നു ഈ കോയിനുകൾ. ഈ കോയിനുകൾ എത്ര കിട്ടുന്നോ ആ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷറി പോയിന്റുകൾ തീരുമാനിക്കപ്പെടുകയും പണിപ്പുരയിൽ കയറി കഴിക്കാനുള്ള ആഹാരം എടുത്തുകൊണ്ട് വരികയും ചെയ്യേണ്ടത്. പക്ഷേ അവർക്ക് കൊടുക്കുവാൻ പലരും വിമുഖത കാണിച്ചു. ഈ കോയിനുകൾ അവരുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നു. ഈ കോയിനുകൾ കയ്യിലിരുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇവർ കൊടുക്കാൻ തയ്യാറായില്ല. അടുത്ത ആഴ്ച നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം ഈ കയ്യിലിരിക്കുന്ന കോയിനുകളെ ആശ്രയിച്ചാണ് വരാൻ പോകുന്നത് എന്ന് വീണ്ടും ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഈ കോയിൻ ഈ പാവം മൃഗങ്ങൾക്ക് കൊടുക്കുവാൻ തയ്യാറായില്ല. ഈ മൃഗങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പോയിന്റുകളെല്ലാം വെച്ച് കൂട്ടി നോക്കിയപ്പോൾ 20 പോയിന്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പോയിന്റുമായിട്ടാണ് അവരകത്തേക്ക് കയറി ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നത്. ഈ കൊടുക്കാതെ കയ്യിൽ വെച്ചിരുന്ന ആ കോയിനുകൾ, ആ പോയിന്റുകൾ എവിടെ? ആ പോയിന്റുകൾ തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചേക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. അപ്പോഴാണ് നഷ്ടബോധം എല്ലാവർക്കും ഉണ്ടായത്. ഷാനവാസ് ഇവിടെ പറഞ്ഞത് കൃത്യമായിട്ടൊരു മറുപടിയാണ്, എങ്കിൽ പോലും പോയത് പോയി. അതായത് ബിഗ് ബോസ് ഇപ്പോൾ ഒന്ന് പറയും, അല്പം കഴിയുമ്പോൾ വേറൊന്ന് മാറ്റി പറയും. ഫാമിലി വീക്കാണ്, ആരെ വരുത്തണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അത് കേട്ടിട്ട് ആദിലയും നൂറയും കൂടി രേണു സുധിയുടെയും അപ്പാനി ശരത്തിന്റെയും ഫാമിലി വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് നയമങ്ങ് മാറ്റി. ഫാമിലി വീക്ക് ഇപ്പോൾ വരില്ല എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? നിങ്ങൾ പോയിന്റ് തിരഞ്ഞെടുക്കണമായിരുന്നു. അവിടെ ബിഗ് ബോസ് കളിപ്പിച്ചു. അവിടെ മുതൽ ബിഗ് ബോസ് ഇങ്ങോട്ട് ചതിച്ച് ഈ കഴിഞ്ഞ ദിവസം നൂതില ഫാക്ടറി ഉടമയായിരിക്കുന്ന നൂറയെ ഊടുപാടെ ബിഗ് ബോസ് ചതിച്ചു, കുഴിയിൽ ചാടിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റുള്ളവർക്ക് സംശയം തോന്നും, ബിഗ് ബോസ് ഈ പറയുന്ന ഓരോ വാക്കിനകത്തും എന്തൊക്കെയോ കെണികൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. ആ പാവം അതുകൊണ്ടാണ് ഈ കോയിനുകൾ കൊടുക്കാതിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ കോയിനുകളെല്ലാം തിരികെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കേണ്ടി വന്നു. ലക്ഷറി പോയിന്റ് 20 പോയിന്റായി ചുരുക്കപ്പെട്ടു. അതിന്റെ പേരിൽ ആ വീട്ടിൽ അടുത്തതായിട്ട് വഴക്കുമുണ്ടാവുന്നുണ്ട്. വഴക്കുണ്ടാക്കുന്നത് ആര്യനാണ്. ആര്യൻ പറയുന്നത് ലക്ഷറി ഫുഡിന് വേണ്ടിയുള്ള പോയിന്റ് ആയിരുന്നു. ഈ പോയിന്റ് നിങ്ങൾ കൊടുക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി. നിങ്ങൾ അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വെറും കൈയോടുകൂടി തിരിച്ചു വരേണ്ടി വന്നു. നിങ്ങളുടെ കയ്യിലിരുന്ന ആ പോയിന്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറെ അധികം സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാമായിരുന്നു. അതുകൊണ്ട് ആ പോയിന്റ് നഷ്ടപ്പെടുത്തിയ ഷാനവാസ്, ഒനിൽ, മസ്താനി ഈ 3 ആൾക്കാർക്ക് ലക്ഷറി ഫുഡ് തരില്ല. ഈ ലക്ഷറി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പേർക്ക് 1/2 കിലോ ചിക്കനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ പങ്കിടും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ മസ്താനി ആദ്യം തന്നെ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾക്ക് ലക്ഷറി വേണ്ട, റേഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾ കഴിച്ചോളാം. പക്ഷെ അപ്പോഴേക്കും വീട്ടുകാർ പലരും ചാടി അതിനിടയിൽ പെട്ടു. ഇതൊരു ഗെയിമായിരുന്നു. ഈ ഗെയിമിൽ എന്താ സംഭവിക്കാൻ പോകുക എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. അതുകൊണ്ടാണ് അവരത് കൊടുക്കാതിരുന്നത്. അതും ഭക്ഷണവുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം ഈ വീട്ടിലുണ്ടെങ്കിൽ അത് എല്ലാവരും കഴിച്ചിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ആദില, നൂറ, അനുമോൾ എന്നിവർ ആര്യനുമായിട്ട് കൊമ്പ് കോർക്കുന്നു. പിന്നെ അവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ്. ഈ സമയത്ത് ആദ്യം മുതൽ സംഭവിച്ച കാര്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ ലക്ഷറി ഫുഡ് അവർക്ക് നിഷേധിക്കുവാൻ വേണ്ടി ആര്യൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ വകുപ്പടിയെല്ലാം കൂടെ കേട്ടിട്ട് അനുമോള് ചോദിക്കുന്നുണ്ട്, 1000 ലക്ഷറി പോയിന്റ് നീ നഷ്ടപ്പെടുത്തിയായിരുന്നല്ലോ, അന്നേരം എന്താണ് നീ വകുപ്പടിക്കാതിരുന്നത്? നിന്റെ മുടി വെട്ടണോ 1000 പോയിന്റ് വേണോ എന്ന് ബിഗ് ബോസ് ചോദിച്ചില്ലേ? ആ സമയത്ത് 1000 പോയിന്റിന് വേണ്ടി മുടി വെട്ടാൻ നീ തയ്യാറല്ലായിരുന്നു. അതുപോലെ തന്നെ നീ മറ്റുള്ളവരെയും അങ്ങ് കരുതിയാൽ മതി. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തന്നെ പങ്കിട്ട് കൊടുക്കും. ഇത്രയും കേട്ടപ്പോഴേക്കും അനുമോൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അനുമോളെ കൊഞ്ഞണം കാട്ടുവാൻ തുടങ്ങി. എന്തായാലും ഭാഗ്യത്തിന് ജിസേലമ്മായി അളവുകോലും എടുത്തുകൊണ്ട് വന്നില്ല അനുമോളുടെ ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടി. സാധാരണ ആര്യൻ എവിടെ കൊണ്ടും തലയിട്ടാലും, പ്രത്യേകിച്ച് അനുമോളുടെ വിഷയത്തിൽ തലയിട്ടാൽ അവിടെ ഉറപ്പായിട്ട് അടുത്ത തലയുമായിട്ട് ജിസൈല് വരുന്നതാണ്. ഇത് കേട്ടില്ലെന്ന് തോന്നുന്നു പാവം. അടുത്തത് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനിലേക്ക് 2 ആൾക്കാരെ വേണം. യാതൊരു ആശങ്കയ്ക്കും വക നൽകാതെ വീട്ടുകാർ
പടേന്ന് ജയിൽ നോമിനേഷൻ പൂർത്തിയാക്കി. 2 പേരുകൾ, 1 ലക്ഷ്മി, 2 ജിസൈൽ. ഈ ജയിൽ നോമിനേഷൻ കഴിയുമ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. ജിസൈൽ എക്സ്പോസ്ഡ് ആവുകയാണ്. ജിസൈലിനെ തുറന്നു കാട്ടുകയാണ്. അവരുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നും അവരുടെ കള്ളത്തരം എന്താണ് എന്നും അവിടെ കൂടെ നിന്ന ആൾക്കാർ പോലും തുറന്നു കാട്ടിക്കൊടുത്തു. അവരുടെ ഫേവററ്റിസത്തെ വളരെ കൃത്യമായിട്ട് വിമർശിച്ചു. അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി. ജിസൈലിന്റെ ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും അച്ചടക്കമില്ലായ്മയും തന്നിഷ്ടത്തെയും ഓരോരുത്തരായി വന്ന് തുറന്നു വെളിപ്പെടുത്തി. പക്ഷേ ദോഷം പറയരുതല്ലോ, ഓരോരുത്തരും ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജിസൈൽ കൃത്യമായിട്ട് കൗണ്ടർ അറ്റാക്ക് നടക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഓരോരുത്തരുടെയും സ്പേസിൽ അവരവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധാർമ്മികത, അതിൻ്റെ ഒരു നീതി. പക്ഷേ ജിസൈലിന് മാത്രം ഈ കാര്യം നടക്കില്ല. ജിസൈലിന്റെ തെറ്റ് പറയുന്നത് ജിസൈലിന് ഒട്ടും തന്നെ സഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തന്നെ ജിസൈല് കൗണ്ടർ അറ്റാക്കുമായിട്ട് ചാടി എഴുന്നേൽക്കും. ഇവിടെ കൂടെ നിന്ന അക്ബറാണ് ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത്. അക്ബർ പറഞ്ഞു തുടങ്ങിയത് ആ വീട്ടിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ ഗ്രൂപ്പിനും ഓരോരോ ഡ്യൂട്ടികൾ വിഭജിച്ച് നൽകുന്ന ആ ചരിത്രം മുതലാണ് തുടങ്ങുന്നത്. അതായത് ജിസൈലിനെ ആദ്യം വെസൽ ടീമിലാണ് ഇട്ടത്. എനിക്ക് പാത്രം കഴുകുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം കഴുകുന്ന വെസൽ ടീമിലേക്ക് അവർ വന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തു അത് ശരിയായ ഒരു പരിപാടിയല്ല. പാത്രം കഴുകാൻ കയറിയാൽ കഴുകി ഊപ്പാടിളകും. അതുകൊണ്ട് ആ സമയത്ത് ജിസൈൽ പറഞ്ഞു, എൻ്റെ കൈ നനയും, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൈ നനയ്ക്കരുതെന്ന്, ഞാൻ പ്ലാസ്റ്റിക് കെട്ടിയാണ് കുളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കിച്ചൺ ടീമിലേക്ക് വരണം. കിച്ചൺ ടീമിൽ കയറ്റത്തില്ല. കിച്ചൺ ടീമിൽ കയറാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് അവരെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടിയിലേക്ക് വിട്ടു. എന്നാൽ അവരെന്താണ് ചെയ്തത്? ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന്റെ ക്യാപ്റ്റനായിട്ടാണ് അവരെ തെരഞ്ഞെടുത്തതെങ്കിലും അവരാ ജോലി ചെയ്തതുമില്ല, കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചുമില്ല. ദുർഗന്ധം വമിക്കുന്ന ഒരാഴ്ചക്കാലമായിരുന്നു ബിഗ് ബോസ് വീടിന്റെ ബാത്റൂം എന്നവർ പറയുന്നുണ്ട് ഓരോരുത്തരും. അതായത് വളരെ വൃത്തിഹീനമായ അവസ്ഥയിൽ പലയിടങ്ങളിലും പായല് പോലും കിളിച്ചു വളർന്നു വന്നു. അത്രമാത്രം വൃത്തിഹീനമായിരിക്കുന്നൊരവസ്ഥ. അവിടെ പോയിട്ടാണ് ഓരോരുത്തരും കാര്യങ്ങൾ സാധിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നത്. ഈ ഒരു പ്രശ്നം ജിസൈലിനോട് ചൂണ്ടിക്കാണിച്ചിട്ട് ജിസൈൽ അതിനെ ശ്രദ്ധിക്കാനേ പോയില്ല, ആ കാര്യം നോക്കിയതേയില്ല. പിന്നെ ജിസൈലിന് എന്തായിരുന്നു പണി? അടുക്കളയിലായിരുന്നു. അവിടെ ഇപ്പോൾ പുതിയ നയവും ചട്ടവും ഒക്കെ കൊണ്ടുവന്ന് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അടിച്ചമർത്തി എന്ന് പറഞ്ഞ പ്രവീൺ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഞാൻ മുൻപേ പറഞ്ഞ ആ കള്ളത്തെണ്ടി, അവനെ സ്വാധീനിച്ചിട്ട് ഇവരെ അടുക്കളയ്ക്കകത്ത് കയറി. ഏത് സമയം നോക്കിയാലും ജിസൈൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടി അടുക്കളയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരാഗ്രഹിച്ചത് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു. അത് തന്നെ അവർ നേടിയെടുക്കുകയും ചെയ്തു. അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി അവർ ചെയ്യാൻ തയ്യാറായില്ല. അതിലൊന്നും ആങ്ങളമാർക്ക് പ്രശ്നമില്ല, ഗ്രൂപ്പ് കളിക്കാർക്ക് വഴക്കുണ്ടാക്കണ്ട. എന്നാൽ അതെല്ലാം കണ്ടിട്ട് അന്നേരം മിണ്ടാതിരുന്ന അക്ബർ ഇപ്പോൾ ജയിൽ നോമിനേഷനിലേക്ക് വന്നപ്പോൾ ഇവരുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏൽപ്പിച്ച ഡ്യൂട്ടി കക്കൂസ് ഡ്യൂട്ടി ആയിരുന്നു. ആ ഡ്യൂട്ടി ചെയ്യാൻ പോയില്ല എന്ന് മാത്രമല്ല, കിച്ചണിൽ കയറി കിടന്ന് കളിക്കുകയും അതിനിടയിൽ വെസൽ ടീം ഇഷ്ടമല്ല, എനിക്ക് വെസൽ ടീമിൽ കൂടിയാൽ എൻ്റെ കൈ നനയും എന്ന് പറഞ്ഞ് പിന്നിലേക്ക് പോയ വ്യക്തി പാത്രം കഴുകുവാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നു. പാത്രം കഴുകുന്നത് ജിസൈലിന്റെ പാത്രവും കൂടെ ആര്യന്റെ പാത്രവും പിന്നെ നെവിന്റെ പാത്രവും കഴുകും. അങ്ങനെയുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ നിങ്ങളുടെ കൈ നനയത്തില്ലേ സ്ത്രീയെ? ഉടനെ കൗണ്ടർ അറ്റാക്ക് വരികയാണ്. ഇല്ലില്ല, ആ പാത്രം കഴുകുമ്പോൾ എൻ്റെ കൈ നനയത്തില്ല, പക്ഷെ വെസൽ ടീമിൽ പാത്രം കഴുകുമ്പോൾ എൻ്റെ കൈ നനയും. ഇപ്പോൾ ഈ പാത്രം എനിക്ക് കൈ നനയാതെ കഴുകാൻ അറിയാം. അക്ബറിനെ അടിച്ചിരുത്തുവാനുള്ള ശ്രമം നടത്തുകയാണ്. അടുത്തതായിട്ട് അനുമോൾ വെടി പൊട്ടിക്കുകയാണ് ജിസൈലിനെതിരായിട്ട്. ജിസൈലിനെ കിച്ചണിലല്ല ഇട്ടത്, പക്ഷേ ജിസൈലിന്റെ ഭാവവും പരിവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീടിന്റെ അടുക്കള ജിസൈലിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് എന്ന് തോന്നും. ഏത് സമയത്ത് നോക്കിയാലും ജിസൈൽ അടുക്കളയിലുണ്ട്. ഇനി ഏത് ജോലി ഏൽപ്പിച്ചു വിട്ടാലും അവിടെ ഒന്നും താൻ ചെയ്യില്ല, പക്ഷെ അടുക്കള പണി കൃത്യമായിട്ട് ചെയ്യും. എന്നാൽ ചെയ്യുന്ന പണി വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടിയല്ല, ജിസൈലിന് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട്. ജിസൈൽ ഭക്ഷണം ഉണ്ടാക്കാൻ കയറുന്നത് ജിസൈലിന് മാത്രമല്ല, ആര്യനുമുണ്ട്. ആ കൂട്ടത്തിൽ വേറെ പല ആൾക്കാർക്കുമുണ്ട്. നീയും തിന്നില്ലേടി? നീ തിന്നിട്ടല്ല ഈ കള്ളത്തരം പറയുന്നത്. എവിടെ തിന്നുന്ന്, എന്ത് തിന്നുന്ന്? നീ ഭക്ഷണം ഉണ്ടാക്കാൻ കയറുമ്പോഴേ നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ വേണോ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അല്ലാതെ നീ തരുന്നത് തിന്നാൻ വേണ്ടി ഞാൻ നടക്കുകയായിരുന്നില്ല. നീ ഉണ്ടാക്കുന്നത് വേറെ പല ആൾക്കാർക്കും വേണ്ടിയാ. നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ പേരാണ് ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് അനുമോള് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അടുത്തത് ഡോക്ടർ ബിന്നിയാണ് വരുന്നത്. ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് മറ്റുള്ളവരെ ആക്രമിച്ച് രസം കണ്ടെത്തിയിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ബിന്നിയും ജിസൈലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ഈ വീട്ടിലെ കിച്ചൺ അത് ജിസൈലിൻ്റെതാണ്. ജിസൈലിന് മറ്റൊരു ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ആ ജോലി ജിസൈൽ ചെയ്തില്ല. അടുക്കളയിൽ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് ജിസൈൽ ജയിലിൽ പോകണം. ജിസൈൽ ആകെപ്പാടെ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ആര്യൻ വരികയാണ്. ആര്യൻ വന്നിട്ട് പറയുകയാണ്, ഞാനും ജിസൈലിന്റെ പേരാണ് പറയാനിരുന്നത്. ഞങ്ങൾ നേരത്തെ 3-4 പേര് പ്ലാൻ ചെയ്തു. അതായത് അക്ബർ, ബിന്നി, ഞാൻ, അങ്ങനെയുള്ള ആൾക്കാർ
പ്ലാൻ ചെയ്തിരുന്നു ജിസൈലിന്റെ പേര് നമുക്ക് സംഘടിതമായിട്ട് പറയണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ ജിസൈലിന് ആ സമയത്ത് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും. മാത്രമല്ല ജയിലിൽ പോയി ജിസൈൽ കിടക്കുമ്പോൾ അവിടെയും കുറച്ച് അധികം സ്ക്രീൻ സ്പേസ് ജിസൈലിന് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുമല്ലോ എന്നൊരു പ്ലാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇത്രയും കേട്ടപ്പോഴേക്കും അഭിലാഷ് ചാടി എഴുന്നേറ്റിട്ട് വെരി ഗുഡ് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുകയാണ്. അപ്പോഴേക്കും പ്രശ്നം അങ്ങോട്ട് പൊട്ടുകയാണ്. അക്ബർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. ബിന്നി തൊട്ടു പിന്നാലെ ചാടി എഴുന്നേൽക്കുന്നു. കള്ളത്തരം പറയുന്നോടാ, എപ്പോഴാണ് നീയുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. ആര്യൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതെ, നമ്മൾ ചർച്ച ചെയ്തിരുന്നു ജിസൈലിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുവാൻ വേണ്ടി ജിസൈലിനെ നമുക്ക് ജയിലിലാക്കണമെന്ന്. അക്ബർ ഘോരഘോരം വാദിക്കുകയാണ്, ഇവൻ കള്ളനാണ്, ഇവൻ പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന്. എന്തായാലും ജയിൽ നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 3 പേരും കൂടി നിന്ന് സംസാരിക്കുമ്പോൾ ഈ ആര്യൻ എന്ന് പറയുന്ന നാറി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്നേരം ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഈ കള്ള നാറിയെ, ഈ കള്ള പന്നിയൊക്കെയാണ് ബിഗ് ബോസിൽ കളിക്കാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇടേ, പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടോ? ഇവന് പ്രാന്താന്നുള്ള കാര്യം എത്ര നാളുകളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇവന് പറ്റിയ സ്ഥലം ബിഗ് ബോസ് അല്ല, ഇവനെ ഊളംപാറയിൽ കൊണ്ടു നടേണ്ടത്. സ്ഥിര ബുദ്ധിയില്ല. 23 വയസ്സായില്ലേ? ആ 23 വയസ്സിൻ്റെ ഒരു പക്വതയെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? എന്തൊക്കെയാണ് അതിനകത്ത് കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? പിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ബിഗ് ബോസ് ഉള്ളപ്പോൾ കുറെ കാലം അതിനകത്ത് നിൽക്കും. ഈ ഷോ ഓഫ് ഒക്കെ നമ്മൾ കണ്ടേ മതിയാവുകയുള്ളൂ. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവൻ പുറത്തു പോകേണ്ടതായിരുന്നു. ഇവൻ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി അന്ന് ബിഗ് ബോസ് എവിക്ഷൻ എന്ന് പറയുന്ന പരിപാടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. അതിന്റെ കാരണം ലാലേട്ടൻ US-ലാണത്രേ. ലാലേട്ടൻ US-ലായതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് ഒരാളെ എവിക്റ്റ് ആക്കാൻ പറ്റില്ല. എന്തൊരു ന്യായങ്ങളാ ഇതൊക്കെ. സാരമില്ല, എന്തായാലും അവിടെ നിന്ന് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ച് മൂത്ത് പുറത്തു വരട്ടെ. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും പ്രേക്ഷകർ അവന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. നോമിനേഷൻ കഴിഞ്ഞിട്ട് ആര്യനും അക്ബറും ബിന്നിയും തമ്മിൽ ഭയങ്കര ബഹളം അവിടെ നടക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നീ അവിടെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളി കളിച്ചു, പക്ഷേ നിനക്ക് മനസ്സിലായോ, നീ എന്റെ ക്യാരക്ടറിനെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാതെയാക്കിയത്. പോത്തിന് ഏത്തവാഴ എന്താണെന്ന് അറിയാവോ? ഇവനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നീട് ഷാനവാസിന്റെ മുമ്പിൽ പോയി ബിന്നി പറയുന്നുണ്ട്, നിങ്ങൾ അവൻ പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ഞങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് തീരുമാനിച്ച് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നല്ലേ? അതെ. എന്നാ അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളും കൂടി ജിസൈലിനെ നോമിനേറ്റ് ചെയ്തപ്പോഴേക്കും അവന് പൊള്ളി. അവന്റെ ആളല്ലേ ജിസൈല്, അവന് പൊള്ളി. അതിന്റെ പക വീട്ടിയതാണ് ഇത്തരത്തിലുള്ളൊരു നാടകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ബിന്നിക്കൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. കുത്തിത്തിരിപ്പും ഉടായ്പ് പരിപാടികളുമായിട്ട് ഗ്രൂപ്പ് കളിച്ച് 1 മാസത്തോളം മുൻപോട്ട് പോയി. ഒടുവിൽ പുറത്തു നിന്ന് വന്നു കയറിയ ആൾക്കാർ അനുമോൾക്ക് പുറത്ത് കണ്ടമാനം സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗ്രൂപ്പിനകത്തൊന്നും മെല്ലെ ചാടാൻ തുടങ്ങി. ബിന്നി വളരെ ബുദ്ധിമതിയാകട്ടോ. കാര്യം തിരിച്ചറിഞ്ഞ സമയത്തൊന്നും അങ്ങനെ വലിയ അടുപ്പം അനുമോളോട് കാണിച്ചില്ല. അല്പം അങ്ങനെ അല്പാൽപമായിട്ടുള്ള അടുപ്പം കാണിച്ച് ഇപ്പോൾ അനുമോളുടെ കീഴിൽ അടയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ബിന്നി. എന്നിട്ടോ ഇത്രയും ദിവസം ആർക്കു വേണ്ടിയാണോ സംസാരിച്ചത് അവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്തത് ജിസൈലിന്റെ മാസ് പ്രകടനമാണ് കാണുന്നത്. ജിസൈലിന്റെ അടുത്തേക്ക് പെട്ടെന്ന് അക്ബർ വരികയാണ്. അക്ബർ വരുമ്പോൾ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തിനാണ് എന്റെ പേരെടുത്തത്? അതായത് നീ എന്തിനാണ് ജയിൽ നോമിനേഷനിൽ എന്റെ പേര് പറഞ്ഞത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലയോ? ഇത് പറഞ്ഞിട്ട് ജിസൈൽ അങ്ങോട്ട് പൊട്ടിക്കരയുകയാണ്. അയ്യോ, ഇത്രയും ദിവസം അനുമോള് നീ എന്തിനാണ് ഈ കരയുന്നത്? നീ ഡ്രാമയല്ലേ കാണിക്കുന്നത് എന്ന് പറഞ്ഞ ജിസൈലിന് സത്യത്തിൽ ഇത് ഡ്രാമയല്ല കേട്ടോ, ഇത് ചങ്കു പൊട്ടിയുള്ള കരച്ചിലാണ്. അതായത് നീ എന്തിനാണ് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചത്? നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? നമ്മളൊരു ഗ്രൂപ്പല്ലേ? നമ്മൾ ഗ്രൂപ്പായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റരുതെന്ന്. എന്നിട്ട് നീ എന്തിനാണ് ആ വൃത്തികേട് കാണിച്ചേ? മറ്റാരിവിടെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. അനുമോള് പറഞ്ഞോട്ടെ, അവൾ എനിക്കെതിരെ മാത്രമേ പറയുള്ളൂ. മറ്റാര് വേണമെങ്കിലും എന്നെ നോമിനേറ്റ് ചെയ്തോട്ടെ. പക്ഷേ കൂടെ നിന്നിട്ട് നീ ഇപ്പോൾ ബാക്ക് സ്റ്റാബിങ് നടത്തിയിരിക്കുകയാണ്, പിൻപിൽ നിന്ന് കുത്തിയിരിക്കുകയാണ്. നിനക്ക് വേറെ പണിയില്ലായിരുന്നോ? ഇത് ചോദിച്ചുകൊണ്ട് കരഞ്ഞോണ്ടൊറ്റ പോക്കാണ്. ഇത് കണ്ടിട്ട് ഇരട്ടച്ചങ്കനായ അക്ബർ, ആ വീട്ടിലെ വലിയ ഗുണ്ട, അയാൾ ആകെപ്പാടെ അടി കൊണ്ടതുപോലെ നിൽക്കുകയാണ്. എടാ, എല്ലാ ആൾക്കാരോടും പറയുന്നത് പോലെ ഈ തോന്നിവാസത്തിനെതിരെ സംസാരിക്കാൻ നിനക്ക് നാക്കില്ലയോ? വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ നീ അവരെ വിടുമായിരുന്നോ? ആ വീട്ടിൽ മുഴുവൻ ആൾക്കാരും കേൾക്കെ നീ അവരുടെ തൊലി ഉരിച്ചു വിടത്തില്ലായിരുന്നോ? ജിസൈലിന്റെ മുൻപിൽ മാത്രം ചിരിച്ചുകൊണ്ട് സോറി ഈ രീതിയിൽ നിൽക്കുകയാണ് നാണം കെട്ടവൻ. ജിസൈൽ ബാത്റൂമിൽ പോയി കരയുകയാണ്. അയ്യോ, ജിസൈലിന്റെ പിറകിന് ബാത്റൂമിന്റെ വാതിക്കൽ പോയി ഡോറിൽ കൊട്ടി വിളിച്ചുകൊണ്ട് ആര്യൻ പറയുകയാണ്, എന്റെ പൊന്നു, നീ ഒന്ന് പുറത്തിറങ്ങ്, നമുക്കങ്ങ് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കുവാൻ വേണ്ടി അക്ബറിന്റെ അടുക്കലേക്ക് സംസാരിക്കാൻ പോകുന്നു. അവിടെ ചെന്നിരുന്നു കൊണ്ട് അക്ബർ പറയുകയാണ്, ആദ്യം ഞാൻ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തു, രണ്ടാമത് എന്റെ വായിൽ നിന്റെ പേരങ്ങ് വന്നു പോയതാണ്. അതെന്തോ വർത്തമാനമാണ് അക്ബറെ പറയുന്നത്, അങ്ങ് വന്നു പോയതാണെന്ന്. അതെ, നീ പറയണമായിരുന്നു, ഇവിടെ എന്നെക്കാൾ വലിയ കള്ളി അനുമോളാണ്, അനുമോളുടെ പേര് പറയാതെ നീ എന്തുകൊണ്ടാണ് എന്റെ പേര് പറഞ്ഞത്? അക്ബറിന് മറുപടിയില്ല. അപ്പോൾ അക്ബർ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ജിസൈൽ വരുത്തി തീർക്കുകയാ. എടാ അക്ബറെ, അനുമോള് നിന്നെക്കുറിച്ചൊക്കെ പറഞ്ഞത് എത്ര കറക്റ്റാണ്. നീയൊക്കെ വെറും മൊണ്ണകളാണ്, ജിസൈലിന്റെ പാവാടയുടെ വള്ളികളായിട്ട് നടക്കുന്ന വെറും മൊണ്ണകള്. നിന്നെയൊക്കെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. നിനക്കൊക്കെ എന്ത് നിലപാടാണുള്ളത്? നിന്നെയൊക്കെ കൊണ്ട് ആകെ കൂടി പറ്റുന്നത് നിനക്കൊക്കെ ഇഷ്ടമില്ലാത്തവരുടെ മുഖത്ത് നോക്കി വെറും വൃത്തികേടുകൾ വിളിച്ചു പറയുക മാത്രം. ഇപ്പോൾ നീ ഉള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോഴേക്കും ഒരുത്തി കണ്ണുരുട്ടി കാണിച്ചു. അവിടെ തീർന്നു നിന്റെ ഊർജം. നീ ഇപ്പോൾ സോറിയും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നടക്കുകയാണ്. നിനക്കൊക്കെ വോട്ട് ചെയ്യാനും വോട്ട് ചെയ്യിക്കാനും വരുന്ന ഫാൻസ് അസോസിയേഷന്റെ ഗതികേട് ഓർക്കുമ്പോഴാണ് സത്യത്തിൽ കഷ്ടം തോന്നുന്നത്. ഫാൻസുകാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കരഞ്ഞിട്ട് പോണമെന്ന് പ്രത്യേകമായൊരു അപേക്ഷയുണ്ട്. അടുത്തതായി കാണുന്ന കാഴ്ച ബർജർ പെയിന്റിന്റെ ഒരു സ്പോൺസേർഡ് ടാസ്ക് ആണ്. ആ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭിത്തിയിൽ പിടിക്കുന്ന കറകളൊന്നും അവിടെ ഇരിക്കില്ല. നമുക്ക് എപ്പോൾ വെള്ളവും തുണിയുമുണ്ടോ അപ്പോൾ തന്നെ തുടച്ച് ക്ലീൻ ചെയ്ത് പുതിയതാക്കി വെക്കാം. അത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ബോർഡിൽ ക്രയോൺ ഉപയോഗിച്ച് വരയ്ക്കുന്നു, അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. അങ്ങനെയുള്ള ഒരു കലാപരിപാടിയായിരുന്നു ഈ ടാസ്ക്. വെറും വരയല്ല വരയ്ക്കുന്നത് കേട്ടോ, എന്തെങ്കിലുമൊക്കെ പടങ്ങളാണ് വരയ്ക്കേണ്ടത്. ഈ പടം കാണുമ്പോൾ ഈ കാണുന്ന ആൾക്കാർ ഊഹിച്ചു പറയണം അത് എന്താണ് വരച്ചു വെച്ചിരിക്കുന്നതെന്ന്. അതായത് ഒരു മരം വരയ്ക്കുക, മരത്തിൽ ഒരു ഊഞ്ഞാല്, ആ ഊഞ്ഞാലിൽ ഒരാളിരിക്കുന്നത് കാണുക. ഇത് കാണുമ്പോഴേക്കും കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വീട്ടുകാർ പ്രവചിക്കണം അതൊരു മരത്തിൽ ഒരു ഊഞ്ഞാല് കെട്ടിയിരിക്കുന്നു, ആ ഊഞ്ഞാലിൽ ആടുകയാണ്. അടുത്ത പടം ഇതാണ്, ഒരു ഉറി, ആ ഉറിയുടെ താഴെ ഒരു കമ്പുമായിട്ട് ഒരാൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഈ പടം കാണുമ്പോൾ ആൾക്കാർ പറയണം ഇത് ഉറിയടിയാണ് എന്ന്. പിന്നീട് വെള്ളത്തിൽ ഒരു വള്ളം, ആ വള്ളത്തിൽ കുറെ ആൾക്കാരിരുന്ന് നയമ്പ് കൊണ്ട് തുഴയുകയാണ്. ഇത് കാണുമ്പോഴേക്കും പെട്ടെന്ന് കൃത്യമായിട്ട് ഊഹിച്ചു പറയണം അത് വള്ളത്തിൽ ആൾക്കാർ സഞ്ചരിക്കുന്നു, വള്ളം കളിയാണെന്ന്. എന്തായാലും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു നിർത്തിക്കൊണ്ടാണ് ബിഗ് ബോസ് ഈ ഭയങ്കര ടാസ്ക് നടത്തിയത്. ഈ ടാസ്കിൽ കൃത്യമായിട്ട് ഒരാൾ പോലും തെറ്റാതെ മറുപടി പറഞ്ഞു. അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പിനെയും വിജയികളായി പ്രഖ്യാപിച്ചു. വളരെ മനോഹരമായൊരു ടാസ്ക്, കണ്ടപ്പോൾ കൈയടിക്കാൻ തോന്നി. തുടർന്ന് കാണുന്നത് ജിസൈലിനെയും ലക്ഷ്മിയെയും കൂടി ജയിലിലേക്ക് വിടുന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി, ജിസൈലിന്റെ കൂട്ടത്തിൽ ലക്ഷ്മിയെ കൂടിയാണ് ജയിലിലേക്ക് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത് കേട്ടോ. ലക്ഷ്മിയുടെ പേരിൽ ഒത്തിരി കുറ്റങ്ങളുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ രാത്രിയിൽ ഒനിലിനെതിരെ ലൈംഗിക ആക്രമണ പരാതി ഉന്നയിച്ചതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ചിരിക്കാറില്ല, ഭയങ്കര ബോസി ആയിട്ടുള്ള പെരുമാറ്റമാണ്, ആരോടും മിങ്കിൾ ചെയ്യാറില്ല, ടാസ്കുകൾ പലതും വരുമ്പോൾ അതിൽ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒത്തിരി കുറ്റങ്ങൾ ലക്ഷ്മിയെക്കുറിച്ച് അവർ നിരത്തുന്നുണ്ട്. എന്തായാലും കുറ്റങ്ങൾ ഒത്തിരി ലക്ഷ്മിയുടെ പേരിലാണെങ്കിലും വോട്ട് കൂടുതൽ കിട്ടിയത് ജിസൈലിനാണ്. അതും ജിസൈലിനെ ചൊടിപ്പിച്ചൊരു കാര്യമാണ്. അങ്ങനെ രണ്ടാൾക്കാരെയും കൂടി ജയിലിലേക്ക് കയറ്റി. ജയിലിൽ കയറ്റിയതിനു ശേഷം അവർക്കുള്ള ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. കുറെ കളിമണ്ണ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കളിമണ്ണ് വെച്ചിട്ട് ആ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരുടെയും രൂപം ഉണ്ടാക്കിയെടുക്കണം. ഓരോരുത്തർ ജയിലിന്റെ വാതിക്കൽ പോയി ഇരുന്നു കൊടുക്കണം. ഈ സമയത്ത് അവരെ നോക്കിക്കൊണ്ട് അവരുടെ മുഖം കളിമണ്ണിൽ കൃത്യമായിട്ട് വരച്ചെടുക്കുക, അല്ലെങ്കിൽ ആ രൂപമുണ്ടാക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് ഈ രണ്ടാൾക്കാർക്ക് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത്. ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് മറ്റൊരു പരിപാടി നടക്കുന്നുണ്ട്. കള്ളത്തരം നടക്കുകയാണ്. ആദില എന്തൊക്കെയോ ഭക്ഷണവും മോഷ്ടിച്ചുകൊണ്ട് പാത്രത്തിൽ പൊതിഞ്ഞു കെട്ടി തൻ്റെ കട്ടിലിൻ്റെ അടിയിലുള്ള ഡ്രോയറിനകത്ത് ഭദ്രമായി സൂക്ഷിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അനുമോളയും കൂട്ടിക്കൊണ്ട് ആദിലയും നൂറയും കൂടി കിച്ചണിനകത്ത് കയറുന്നു, നാരങ്ങ പിഴിഞ്ഞ് അവരുടെ കയ്യിൽ വെള്ളം കുടിക്കുന്ന ആ ഒരു ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിലിനകത്തേക്ക് ഇത് പിഴിഞ്ഞ് വെള്ളവുമൊക്കെ ആയിട്ട് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിക്കുള്ള കളമൊരുങ്ങുകയാണ്. ആദില വെസൽ ഡ്യൂട്ടിയിലുള്ള ആളാണ്, പക്ഷേ അനീഷാണ് ഇവരുടെ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ അനീഷിനെ വട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് ആദിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി. ആദിലയോട് എന്ത് ഡ്യൂട്ടി അനീഷ് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യില്ല. ആദിലയ്ക്ക് ഒന്ന് തോന്നണം, അതും തനിക്ക് തോന്നുന്ന സമയത്ത് പോയി തോന്നുന്നത് പോലെ ചെയ്തു വെക്കും. അല്ലാതെ അനീഷ് എന്തെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കാമെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ജന്മം അത് ചെയ്യില്ല എന്നുള്ള ഒരു കട്ടായം, ആ വാശിയിൽ നിൽക്കുകയാണ് ആദില. തുടക്കം മുതൽ ഇത് തന്നെയാണ് കാണുന്നത്. ജയിലിന്റെ അരികിൽ പോയി ആദില കിടക്കുകയാണ്. അവിടെ ചെന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ആദില പാത്രം കഴുകി വെക്കണം. പാതിരാത്രി കഴിഞ്ഞു, 1 മണിയോ 2 മണിയോ സമയം പറയുന്നുണ്ട്. ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, ഉണങ്ങിക്കിടക്കുകയാണ്. ആദില എഴുന്നേറ്റ് കഴുകണം, സൗകര്യപ്പെടത്തില്ല. ഇയാളല്ല ആര് പറഞ്ഞാലും ഞാൻ കഴുകില്ല ഉറച്ചു നിൽക്കുകയാണ്. ഒടുവിൽ അനീഷിനോട് പറയുന്നുണ്ട് നിന്റെ തന്തയല്ല എൻ്റെ തന്ത,
നിങ്ങളുടെ പേര് മാറ്റേണ്ടി വരും, അനീഷ് തറയിൽ എന്നുള്ള പേര് മാറ്റേണ്ടി വരും, എൻ്റെ പേര് മാറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കട്ടായം പിടിച്ച് അവിടെ കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ നൂറ പറയുന്നുണ്ട്, നിന്റെ ഡ്യൂട്ടി അല്ലേ, നീ അത് ചെയ്യണ്ടേ, നീ എന്തിനാ ഇതിനകത്ത് ആവശ്യമില്ലാതെ ഇടപെടുന്നത്, നീ പോയി നിന്റെ പണി നോക്ക്. അപ്പോൾ അനുമോൾ ഇടപെടുന്നു. അനുമോളോടും നൂറയോടും ആദില പിണങ്ങുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പാതിരാത്രിയിൽ പോയിട്ട് ആദിലയ്ക്ക് പകരമായിട്ട് ഈ പാത്രങ്ങൾ കഴുകി വെക്കുന്നു. എന്നിട്ട് വന്നു പറയുന്നുണ്ട്, ആ പാത്രം ഞങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇത്രയും കേട്ടപ്പോഴേക്കും ആദിലയുടെ കുരു പൊട്ടാൻ തുടങ്ങി. ആദില ഭയങ്കര പ്രശ്നമുണ്ടാക്കുകയാണ്. അനുമോൾക്കും നൂറയ്ക്കും എതിരായിട്ട് ഭയങ്കര ബഹളം. രണ്ടാൾക്കാരുടെയും മുഖത്ത് നോക്കി തോന്നിയവാസങ്ങൾ വിളിച്ചു പറയുന്നു. വല്ലാത്ത ഷോ ഓഫ് കാണിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അനുമോൾ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വെറുതെ ഉടക്കുണ്ടാക്കരുത്, നിങ്ങൾ ഉടക്കി പിരിയുന്നത് കാണാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആദിലേക്ക് ഇതൊന്നും ഏൽക്കുന്നില്ല. ആദില സ്ട്രോങ് നിലപാടിൽ തന്നെയാണ്. വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് 1 മണി കഴിഞ്ഞ സമയത്ത് പുതച്ചു മൂടി കിടക്കുന്ന അനീഷിനെ പോയി തല്ലി ഉണർത്തിയിട്ട് ചോദിക്കുകയാണ് സുലൈമാനി വേണമെന്ന്. അങ്ങനെ പച്ചപ്പാതിരാത്രിയിൽ ഈ ബെഡ്റൂമിനകത്ത് കിടന്നുകൊണ്ട് ആദില കാണിക്കുന്ന പട്ടി ഷോ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.